ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അരി അരയ്ക്കാതെയും കുതിർക്കാതെയും വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഇതൾ റൊട്ടീൻ്റെ റെസിപ്പിയാണേ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇതൾ റൊട്ടി തയ്യാറാക്കുന്ന സമയത്തുള്ള ടിപ്സും ട്രിക്സും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ഈ ഒരു ഇതൾ റൊട്ടി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് അരിപ്പൊടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് കപ്പ് 250 ml കപ്പിലാണ് 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നതെന്ന് പറയുന്നത് കട്ടി തേങ്ങാപ്പാലാണ്. അത്യാവശ്യം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ എടുക്കണം. അത് നമ്മൾ 250 ml കപ്പിലാണല്ലോ നമ്മൾ ഈ അരിപ്പൊടി അളന്നിട്ടുള്ളത്. അതേ അളവിൽ തന്നെ 2 കപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിനകത്തോട്ട് നിങ്ങൾക്ക് ഫ്ലേവറിന് വേണമെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏലക്കാപ്പൊടി ചേർത്താൽ ഒരു എക്സ്ട്രാ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഞാനിപ്പോൾ ചേർത്തിട്ടില്ല. ഈ ഒരു പാകത്തിനായിരിക്കണം കേട്ടോ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. അത് കൺസിസ്റ്റൻസി നോക്കുക. ഒരുപാട് കട്ടിയാവാൻ പാടില്ല, ഒരുപാട് ലൂസും ആവാൻ പാടില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന അരിപ്പൊടി എന്ന് പറയുന്നത് ആമീസ് എന്ന ബ്രാൻഡിൻ്റെ ഇതൾ റൊട്ടി പൊടിയാണ്. ഈ ഒരു പൊടി വേണ്ട ആൾക്കാർ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അവരുടെ പേജ്. അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഇനി അത് നമ്മൾ തയ്യാറാക്കുന്നത് ആവി കയറ്റിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു കിണ്ണം നമ്മൾ എടുക്കണം. അല്ലെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രമായാലും മതി, ഇതുപോലത്തെ ഒരു കുഴിയുള്ള ഒരു പാത്രമായാലും മതി കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് ഇങ്ങനെ പരന്നിരിക്കണം. അങ്ങനത്തെ ഒരു പാത്രം എടുക്കുക. എന്നിട്ട് നമ്മൾ അതിനകത്ത് അത് നമ്മൾ ഈ ആവിശേമ്പിലൊക്കെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ അതിനകത്ത് നെയ്യ് തടവാണ്. അത്യാവശ്യം നല്ലോണം തന്നെ നെയ്യ് തടവണം. എന്നാലാണ് നമുക്ക് ഇതളുകളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നെയ്യ് ചേർക്കുക. നെയ്യാണ് കൂടുതൽ ടേസ്റ്റ്. നെയ്യിൻ്റെ ടേസ്റ്റ് താല്പര്യമില്ലാത്തവർക്ക് വെളിച്ചെണ്ണയാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ തയ്യാറാക്കിയ മാവ് ഒരു തവി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ എന്തെന്ന് വെച്ചാൽ അടച്ചു വയ്ക്കാം. ഒരു 2 മിനിറ്റൊക്കെ അടച്ചു വെച്ചാൽ മതി. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമ്മൾ വിചാരിക്കും ഒരുപാട് സമയം എടുക്കുമെന്ന്. ആവി ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക കേട്ടോ. അല്ലാതെ നമ്മൾ ലോ ഫ്ലെയിമിലേക്കൊന്നും ആക്കരുത്. നല്ല ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റ് വെക്കുക. അപ്പോൾ വെന്ത് കിട്ടും. വെന്ത് കഴിഞ്ഞ് നല്ലപോലെ വെന്ത് കഴിഞ്ഞാൽ കൈ ഒന്നും ഒട്ടുന്ന പോലെ ആവരുത്. മാവൊന്നും ഒട്ടുന്ന രീതിയിലല്ലെങ്കിൽ നമ്മൾ വീണ്ടും നെയ്യ് തേച്ചിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം മൊത്തത്തിൽ തന്നെ. എന്നിട്ട് നമ്മൾ വീണ്ടും അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് തന്നെ വീണ്ടും ഒന്ന് ആവി കയറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ ഈ മാവ് വെന്തോ എന്നുള്ളത് ഇങ്ങനെ തൊട്ട് നോക്കിയാൽ കയ്യിൽ ഒട്ടും ഒട്ടിപ്പിടിക്കുന്നുണ്ടാവില്ല. ആ രീതിയിലായിരിക്കണം മാവ് ഉണ്ടായിരിക്കേണ്ടത് കേട്ടോ നമ്മുടെ അത് വെന്തിട്ടുണ്ടെങ്കിൽ. എന്നിട്ട് നന്നായി വെന്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ നെയ്യ് തടവുകയാണ്. ഇങ്ങനെ നെയ്യ് തടവുമ്പോഴാട്ടോ നമ്മൾ ഇതളുകളൊക്കെ നാളെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുക. അപ്പം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത്. നല്ലൊരു നെയ്യിൻ്റെ ഒക്കെ ടേസ്റ്റാണ്. ഭയങ്കര ടേസ്റ്റാണ്. തേങ്ങാപ്പാലിൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാകുമ്പോൾ ഭയങ്കര രസമാണ്, ടേസ്റ്റാണ്. ഈ ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇത് നമ്മൾ വീണ്ടും ഇതേപോലെ തന്നെ ചെയ്യണം. അപ്പോൾ നമ്മൾ മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ മൊത്തം മാവും അതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ലാസ്റ്റ് ലെയർ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 5 മിനിറ്റും കൂടെ നമ്മളൊന്ന് ആവി കയറ്റിയെടുക്കണം. മൊത്തത്തിലൊന്ന് 5 മിനിറ്റ് അതായത് ലാസ്റ്റ് ലെയർ ആയിക്കഴിഞ്ഞാൽ 5 മിനിറ്റ് ആവി കയറ്റി എടുത്തിട്ട് നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് നല്ലപോലെ തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കണം കേട്ടോ. ഇപ്പോൾ ലാസ്റ്റത്തെ ലെയർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അടച്ച് വെക്കുക. അതായത് ഫ്ലെയിം ഓഫാക്കിയിട്ട് നമ്മളിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. ഇതാ ഇപ്പോൾ അത്യാവശ്യം നല്ലോണം തണുത്തൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങനെ ചൂടാറി തണുത്ത ഐസായിട്ടൊന്നുമില്ല. കുറച്ചൊരു ചൂടുണ്ട് കേട്ടോ. നമുക്ക് കൈകൊണ്ടൊക്കെ തൊടാൻ പറ്റുന്ന ആ ഒരു പാകത്തിനൊരു ചൂടിലാകുമ്പോൾ നമ്മളിത് കണ്ടില്ലേ മോൾഡിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്, പാത്രത്തിൽ നിന്ന്, നമ്മുടെ കിണത്തിൽ നിന്ന്. ഇനി നമുക്ക് ചെറിയ ചൂട് കിട്ടും. ഒരുപാട് തണുക്കാനൊന്നും നിൽക്കണ്ട. നമ്മൾ അതൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കണ്ടില്ലേ ഈ ഒരു രീതിയിൽ. അപ്പോൾ ഇങ്ങനെ ഇതളുകളൊക്കെ ഇങ്ങനെ ഒരുപാട് ഒട്ടിപ്പിടിച്ച പോലെയാണ് എനിക്ക് ഉണ്ടാവുക. പക്ഷെ നമുക്കത് സെപ്പറേറ്റ് ആക്കി എടുക്കാം. അതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു സ്പൂണോ കയ്യോ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഇതളുകൾ നമുക്ക് സെപ്പറേറ്റ് ആക്കി എടുക്കാം കേട്ടോ. കണ്ടോ നല്ല ഈസിക്കായിട്ട് കിട്ടുന്നുണ്ട് കണ്ടില്ലേ. അപ്പം സാധാരണ ഇതൾ റൊട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ബിരിയാണി അരിയൊക്കെ കുതിർത്ത് അതിനകത്ത് ചോറൊക്കെ അരച്ച് പിന്നെ അതിനകത്ത് നമ്മൾ തേങ്ങ അരച്ച് തേങ്ങാപ്പാൽ എടുത്ത് അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുക. പക്ഷെ ഇതിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അടിപൊളി പൊടിയാണ് കേട്ടോ. ഒരു ആമീസിൻ്റെ പ്രോഡക്റ്റ് കണ്ടില്ല, നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ചിക്കൻ കറിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നോമ്പിന് നിങ്ങൾക്ക് എന്തായാലും ഇത് ഉപകാരപ്പെടും. ഒരു 5 മിനിറ്റ് മതി നമുക്കിത് വെന്ത് കിട്ടാൻ. അതായത് 2-3 മിനിറ്റ് മതി അതിങ്ങനെ ഓരോ ലെയർ വെന്ത് കിട്ടാനായിട്ട്. നമുക്കിപ്പോൾ സൈഡിൽ നിന്ന് കറി ഉണ്ടാക്കുന്ന സമയത്ത് ഇവിടെ നമുക്കിത് റെഡിയായി കിട്ടും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കാം. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ഇൻഷാ അല്ലാഹ് റസ്നാസ് റെസിപ്പിയിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റാ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.